അപ്പോൾ ഉണ്ണി മുകുന്ദനെതിരായ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് മർദ്ദനമേറ്റ മുൻ മാനേജർ വിപിൻ കുമാർ. പക്ഷേ സത്യത്തിൻ്റെ യാതൊരു കണിക പോലും ഇല്ലാത്ത ഒരു പിന്തുടരലാണ് ഇപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു അധികം വന്ന ചാനലുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുമാറിന്റെ വായ തുറന്ന പല സാധനങ്ങളും പുറത്തു വരും. നീ വായ തുറക്കണം, വിപിൻ കുമാർ വായ തുറക്കണം. പക്ഷേ വാസ്തവത്തിൽ ഉണ്ണി മുകുന്ദൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ ആഴ്ചവൻ്റെ കരണക്കുറ്റി പൊളിച്ചേനെ. നമസ്കാരം, അൻസു ടോക്കീസിൻ്റെ വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉണ്ണി മുകുന്ദൻ വിഷയം ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുകയാണ്. മാനേജർ ഒരു ഭാഗത്ത്, ഉണ്ണി മുകുന്ദൻ മറ്റൊരു ഭാഗത്ത്. സത്യം പറയാലോ, ഏതൊരു ആക്ടർക്കും ഇപ്പോൾ ഞാനിതാ തുറന്നു പറയുകയാണ്, എല്ലാവർക്കും അവരുടേതായ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ട്. തൻ്റെ പൊളിറ്റിക്കൽ വ്യൂ ആരെങ്കിലും തുറന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വിധിയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ കടന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നടന്മാരിൽ പ്രമുഖ വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. കാരണം സംശയം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് വിഷയമായി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ, സുരാജ് വെഞ്ഞാറമൂട്, ഇത്തരത്തിൽ ചില നടന്മാർ, ദിലീപ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ സമൂഹത്തിലെ ചില വൃത്തികെട്ട കഴുകൻ കണ്ണുകളുമായിട്ട് ചിലരിങ്ങനെ തക്കം പാർത്ത് നോക്കിയിരിക്കുകയാണ്. എന്താണ് അടുത്തത് എന്നുള്ള ഒരു ജിജ്ഞാസ അവർക്കുണ്ട്. കാരണം അവർക്ക് അതിനെ വിറ്റ് കാശാക്കണം, വേറെ ഒന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ നടന്മാർക്ക് എന്താ സ്വകാര്യത വേണ്ടേ? ഒരു അഭിനേതാവായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്വകാര്യതയും പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ണി മുകുന്ദനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരല്പം തുറന്നടിച്ചൊരു പെരുമാറ്റമുണ്ട്. നമ്മൾ പലപ്പോഴും അത് പല സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇത്തരക്കാരും അപകടകാരികളല്ല. കാരണം അവരുടെ ഉള്ളിൽ എന്തോ ഉള്ളത് അത് പുറമേ കാണിക്കുന്നു. പൃഥ്വിരാജും ആ ഗണത്തിൽപ്പെടുന്ന ഒരു ആക്ടറാണ്. പക്ഷേ ഇവരുടെ ഉള്ളിൽ മറ്റൊന്നും ഉണ്ടാവില്ല, അതിന് യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലൊരു നല്ല സ്വഭാവമുള്ള ഒരു നടനാണ് ഉണ്ണി മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മാനേജർ ആവശ്യമില്ലാത്തൊരു കൈകടത്തൽ നടത്തി എന്ന് പറയപ്പെടുന്നു. വിഷയം നമുക്കറിയില്ല. എന്തായാലും അത് അവർക്ക് ഇരുവർക്കും ഇടയിലുള്ളൊരു വിഷയം മാത്രമാണ്. ഈ വിഷയത്തിനിടയിൽ കാര്യമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു, മറ്റെന്തൊക്കെയോ അരുതാത്തത് സംഭവിക്കുന്നു എന്നാണ് കേട്ടുകേൾവി. നമുക്ക് അതിനും വ്യക്തമായ തെളിവില്ല. കാരണം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതിനോ മറ്റേതെങ്കിലും രീതിയിൽ അയാളെ ദേഹോദ്രവം ഏൽപ്പിച്ചതിനോ യാതൊരു തെളിവും ഇല്ല. പിന്നെ എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ആണ്. അതെന്താണെന്ന് നമുക്ക് അറിയാനും കഴിയില്ല. പക്ഷേ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പൊതുവിൽ ചില കാര്യങ്ങളാണ്. സിനിമയിലെ ഇത്തരം മാനേജർമാർ, ഇവരുടെ പെരുമാറ്റം, ഇവരുടെ മറ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള, അതായത് ചില പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ഇവരുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളിൽ ഉപദ്രവവും ഉപകാരവും ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇവരുടെ ചില രീതികൾ, പെരുമാറ്റ രീതികൾ, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനെ ഞാനും ഒരു ബലിയാടാണ്. കാരണം നമുക്കിപ്പോൾ ഒരു നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു സബ്ജക്റ്റ് നമുക്ക് അവതരിപ്പിക്കാൻ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനേജർ ഒന്ന് കനിയണം. ഇനി ഈ മാനേജർ വിചാരിച്ചാലും ഈ നടനെ തകർക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് വരുന്ന ഏതെങ്കിലും ഒരു നല്ല പ്രോജക്റ്റിനെ നമ്മളങ്ങ് ഒഴിവാക്കി കൊടുക്കുക. എങ്ങനെ? ഇപ്പോൾ ഡേറ്റില്ല, ഒരു 6 വർഷത്തേക്ക് നോക്കണ്ട, അത് കഴിഞ്ഞും ഇന്നാരുടെ പടമാണ്, ഇനി വരാൻ പോകുന്ന ഇന്നതാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയക്കുക. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് വേറൊരു ഭാഗത്തേക്ക് പോകും. ഈ നടന് ആ പ്രോജക്റ്റ് നഷ്ടപ്പെടും. ഇത്തരത്തിൽ ഉണ്ണി മുകുന്ദന് നഷ്ടപ്പെട്ടത് പലതുമുണ്ട്. പൃഥ്വിരാജിന് നഷ്ടപ്പെട്ടതുണ്ട്, ടൊവിനോയ്ക്ക് നഷ്ടപ്പെട്ടതുണ്ട്, ആസിഫ് അലിക്ക് നഷ്ടപ്പെട്ടതുണ്ട്.
പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവരുടെ എല്ലാം പിന്നെ ഓൺലൈൻ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സീക്രട്ടുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ മാനേജർമാരാണ്. ഇവരുടെ കയ്യിലാണ് ഇവരുടെ സ്വകാര്യതയുടെ സകല താക്കോലും ഇരിക്കുന്നത്. പക്ഷേ ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പരസ്യമാണ്, രഹസ്യമല്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ധൈര്യമായിട്ട് മാനേജർക്കെതിരെ പെരുമാറാൻ കഴിഞ്ഞത്. അത് ഏത് രീതിയിൽ പെരുമാറിയെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണക്കായിപ്പോയി. കാരണം ഇതിലപ്പുറം കൊടുത്താലും ഒരു കുറവുമില്ല. കാരണം ഇവൻ്റെയൊക്കെ കയ്യിലിരിപ്പ് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഇവരെയൊക്കെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും അതെല്ലാ കാര്യങ്ങളും പോട്ടെ, അതിനൊക്കെ ഉപരി മറ്റുള്ളവരിലേക്ക് ഇവരുടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്, വളരെ തെറ്റായ രീതിയിൽ കൊണ്ടെത്തിക്കുന്നതിലും ഒരു നല്ലൊരു പങ്ക് ഈ മാനേജർമാർക്കുണ്ട്. കാരണം ഇവരാണ് സത്യം പറഞ്ഞാൽ സിനിമയുടെ നട്ടെല്ലെന്നാണ് ഇവരുടെയൊക്കെ ഒരു വിചാരം. ആ വിചാരത്തിന് ഇനിയെങ്കിലും ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്, വളരെ അനിവാര്യമാണ്. അതിന് ഉണ്ണി മുകുന്ദൻ എന്ത് സ്റ്റെപ്പ് എടുത്താലും, അത് ഉണ്ണി മുകുന്ദൻ എന്നല്ല മറ്റേതൊരു നടൻ ഒരു മുൻകൈ എടുത്താലും അത് അങ്ങേയറ്റം രംഗത്തിന്, സിനിമയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ ഞാൻ ഇതേപോലുള്ള ചില സന്ദർഭങ്ങളിൽ, ചില വിഷയങ്ങളിൽ ഞാൻ എൻ്റേതായ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന തിരിച്ചടി, എനിക്ക് ഈ അടുത്ത കാലത്ത് തന്നെ വേടൻ വിഷയത്തിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് എനിക്ക് അർദ്ധരാത്രിയിലും 2 മണിക്കും 3 മണിക്കും ഒക്കെ രാത്രിയിൽ എനിക്ക് ഉറക്കത്തിൽ കോൾ വന്നു, എന്നെ ശല്യം ചെയ്തു. പല രീതിയിലും എനിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പേ നമുക്ക് പറയാനുള്ള, നമ്മുടെ മനസ്സിലുള്ള ചില സത്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ ഇത്തരത്തിൽ ചിലർ പ്രകോപിതരാകുന്നു എങ്കിൽ അതെന്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം മറ്റൊരു വിഷയത്തിൽ നമുക്കിപ്പോൾ പറയാം, സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു ചാനലുകാരനുണ്ട്. ഇയാൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ നവാബ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. നവാബ് രാജേന്ദ്രൻ, അദ്ദേഹം കരുണാകരൻ്റെ പുറകിലായിരുന്നു, കെ കരുണാകരൻ്റെ പുറകിലായിരുന്നു ഈ നവാബ് രാജേന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കെ കരുണാകരൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ പിന്നാലെയായിരുന്നു. കരുണാകരനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാം ആ രീതിയിലെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. ഒരുപക്ഷെ അക്കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ഭയങ്കര ഭീകരമായിട്ട് കെ കരുണാകരൻ ഉപദ്രവിക്കപ്പെടുമായിരുന്നു. എങ്കിലും കെ കരുണാകരനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു നവാബ് രാജേന്ദ്രൻ. പക്ഷേ അതിലൊക്കെ ആ പിന്തുടർച്ചയിലും കുറേ സത്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ സത്യത്തിൻ്റെ യാതൊരു കണിക പോലും ഇല്ലാത്ത ഒരു പിന്തുടരലാണ് ഇപ്പോൾ ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു അധികം വന്ന ചാനലുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ഈ മാനേജർ ഒന്ന് വാ തുറക്കണം പോലും, വാ തുറന്നാലേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വരുമെന്ന്. നീ വായ തുറക്കണം, വിപിൻ കുമാർ വായ തുറക്കണം. എന്തിന്? ഒരു വ്യക്തിയുടെ മുമ്പിൽ അയാളുടെ ചില സ്വകാര്യതകളോ മറ്റു കാര്യങ്ങളോ പറയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് അതിലേക്കുള്ള ഒരു വ്യക്തിയുടെ സ്വകാര്യതകളിൽ ഒളിഞ്ഞു നോക്കാനുള്ള ഈ ഒരു ത്വര? അത് ഒന്ന് വ്യക്തമാക്കണം. പക്ഷേ എന്ത് തന്നെ ആയാലും ശരി, ഈ പ്രവണത വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ആരുടെയും സ്വകാര്യതകളിൽ ആർക്കും കൈകടത്താൻ യാതൊരു അവകാശവുമില്ല. മാനേജർ പണി ഉണ്ടെങ്കിൽ ആ മാനേജർ പണി മാത്രം എടുത്താൽ മതി. പക്ഷേ ഒരുത്തരുടെയും സ്വകാര്യതകളിലേക്ക്, അത് അനാവശ്യമായ കൈകടത്തലുകളിലേക്ക് കയറി പോകരുത്. പോയാൽ അത് ഉണ്ണി മുകുന്ദൻ എന്തെങ്കിലും ചെയ്തുവെന്ന് പറയപ്പെടുന്നുവെങ്കിൽ അത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടില്ല, അതിന് തെളിവില്ല എന്നും പറയുന്നു. അപ്പോൾ മാനേജർ പറഞ്ഞത് പച്ച കള്ളമാണെന്നും തെളിയുന്നു. പക്ഷേ വാസ്തവത്തിൽ ഉണ്ണി മുകുന്ദൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ ആഴ്ച അവൻ്റെ കരണക്കുറ്റി പൊളിച്ചേനെ. ഓക്കെ, ബൈ.